ലോകത്തെ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ വെനസ്വേലയെ അമേരിക്ക ആക്രമിച്ചേക്കാം എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ. അതെന്തിനാ? അത് തന്നെ സിനു പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്, ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. കരീബിയൻ കടലിലെ തെക്കേ അമേരിക്കൻ രാജ്യമായ ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേല. കാരക്കാസാണ് തലസ്ഥാനം. അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ പേര് നിക്കോളാസ് മഡൂറോ. ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് അറിയാം. ഇനി ഞാൻ ഒരു സംഭവം പറയാം, അത് കഴിഞ്ഞ് ഞാൻ എണ്ണയുടെ കണക്ക് പറയാം. കഴിഞ്ഞ ആഴ്ച ഒരു സ്പീഡ് ബോട്ട് കരീബിയൻ കടലിലൂടെ പോവുകയായിരുന്നു. ആ സ്പീഡ് ബോട്ടിനെ അമേരിക്കൻ വിമാനങ്ങൾ ആക്രമിച്ച് തകർത്തു. 11 പേർ കൊല്ലപ്പെട്ടു. ട്രെൻഡി അറാഗുവ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് ലോബിയുടെ സ്പീഡ് ബോട്ടാണ്. ആ സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ആക്രമിച്ചത്. അപ്പോൾ കരീബിയൻ കടലിലേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലായ ജേസൺ ഡൻഹാം ഉൾപ്പെടെ ഡിസ്ട്രോയറാണ് ഏതാനും യുദ്ധക്കപ്പലുകൾ നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 8 സ്റ്റെൽത്ത് വിമാനങ്ങളിലൂടെ അമേരിക്ക അയച്ചിട്ടുണ്ട്. ഈ 11 പേരെ വെനസ്വേലൻ ഈ സ്പീഡ് ബോട്ടിനെ ആക്രമിച്ച് US മിലിറ്ററി മുക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ കരീബിയൻ കടലിലേക്ക് വന്നത്. ഈ USS ജേസൺ ഡൻഹാം എന്ന് പറഞ്ഞ യുദ്ധക്കപ്പൽ ഡിസ്ട്രോയർ അടക്കമുള്ള കപ്പൽ വ്യൂഹം വന്നപ്പോൾ വെനസ്വേലയുടെ ഫൈറ്റർ ജെറ്റുകൾ അതായത് അമേരിക്ക പണ്ട് കൊടുത്തിട്ടുള്ള F-16 F-16 ഉൾപ്പെടെയുള്ള വെനസ്വേലൻ യുദ്ധവിമാനങ്ങൾ നേരെ ജേസൺ ഡൻഹാമിൻ്റെ മുകളിലൂടെ പറന്നു. മുന്നറിയിപ്പ്, അതായത് ഞങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നാൽ ഞങ്ങൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുമെന്ന് വെനസ്വേലയുടെ മുന്നറിയിപ്പ്. അപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് മുകളിലൂടെ പറക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രകോപനപരമായ നീക്കമാണെന്ന് അമേരിക്ക പറഞ്ഞു. അപ്പോൾ വെനസ്വേല പറയുന്നത്, അപ്പം ഞങ്ങളുടെ കടലിലേക്ക് നിങ്ങൾ കയറി വരുന്നോ? ഞങ്ങളൊരു ചെറിയ രാജ്യമായിരിക്കാം, നിങ്ങൾക്ക് വലിയ തണ്ടും തടിയും ശേഷിയും ഒക്കെ ഉണ്ട്, പണവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സമുദ്രാതിർത്തിയിലേക്ക് വന്നാൽ ഞങ്ങളും ചെയ്യും, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യും. നീ വലിയ തടിമാടനാണെങ്കിൽ കുസ്തിക്ക് വന്ന് ഒരു കല്ലെടുത്തെറിയാൻ പറ്റിയാൽ അതെങ്കിലും ഞാൻ എറിയും എന്നാണ് വെനസ്വേലയുടെ നിലപാട്. അപ്പോൾ ഈ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ തലയ്ക്ക് അമേരിക്ക വില കൽപ്പിച്ചിരിക്കുക $50 മില്യൺ. അതായത് നിക്കോളാസ് മഡൂറോനെ പിടിച്ച് അമേരിക്കയ്ക്ക് കൊടുത്താൽ $50 മില്യൺ കൊടുക്കും. അപ്പോൾ നോക്കൂ, അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള ശത്രുത അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്ക പറയുന്നത് കാർട്ടൽ ഓഫ് ദ സൺ എന്ന് പറയുന്ന ഒരു വലിയ മയക്കുമരുന്ന് ഗ്യാങ് ഉണ്ട്. ട്രെൻഡി അറാഗുവ എന്ന് പറയുന്ന മയക്കുമരുന്ന് ഗ്യാങ് ഉണ്ട്, ഡ്രഗ്സ് ഗ്യാങ്. ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന വെനസ്വേലൻ സർക്കാരും മന്ത്രിമാരും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇവർ നർക്കോട്ടിക് ഗ്യാങ് ആണ്. അവരെ ഞങ്ങൾക്ക് തീർക്കണം, ലോകത്തെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിമുക്തമാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ്. ഇതാണ് ട്രംപിൻ്റെ നിലപാട്. ട്രംപിൻ്റെ നിലപാടിന് കാരണം അമേരിക്ക എക്കാലത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. നമ്മുടെ രാസായുധങ്ങളും ജൈവായുധങ്ങളും ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഇറാഖിൽ കയറി സദ്ദാം ഹുസൈനെ തീർത്തത്. അവിടെ അവസാനം രാസായുധവും ഇല്ലായിരുന്നു, ജൈവായുധവും ഒന്നും ഇല്ലായിരുന്നു. അമേരിക്കയ്ക്ക് ഒരു കൂട്ടരെ ആക്രമിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഓരോ നാരേറ്റീവ്സ് ഉണ്ടാക്കും, ലോകം മുഴുവൻ അത് പ്രചരിപ്പിക്കും. ആ കാലത്ത് വലിയ വാർത്തയായിരുന്നു സ്കഡും പേട്രിയറ്റും. കുട്ടികൾ പറയും, ഞാൻ സ്കഡാണ് വിടുന്നത്, നീ പേട്രിയറ്റ് അയക്കുന്നത്. ഇത് അമേരിക്ക ഇറാഖിൻ്റെ സ്കഡ് മിസൈലുകളെ പേട്രിയറ്റ് മിസൈൽ അയച്ച് തകർത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഓർക്കണം, മിനിഞ്ഞാന്നാണ് ഖത്തറിനെ കയറി ഇസ്രയേൽ മാന്തിയിട്ട് പോയത്. 15ഓളം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ നേരെ ഖത്തറിലേക്ക് പറന്നു വന്നിട്ട് അമേരിക്ക ഉൾപ്പെടെ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു മീഡിയേഷൻ രാജ്യമാണ്. അവരുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്, ഖത്തറിൻ്റെ ഭരണഘടനയിൽ ലോകത്ത് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ മീഡിയേഷന് പോകുന്നു. അപ്പോൾ മീഡിയേഷൻ നടത്താൻ വേണ്ടി അവരൊരു ഒഫീഷ്യൽ ഓഫീസ് എടുത്തിട്ടുണ്ട്. ആ ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത്. അവിടെയാണ് ഹമാസ് നേതാക്കൾ താമസിക്കുന്നത്. ഹമാസിൻ്റെ ഓഫീസ് പോലെ പ്രവർത്തിക്കുക. ഖത്തർ പട്ടാളം കാവലുമുണ്ട്. അപ്പോൾ അവിടെ എന്തിനാണ് ഈ ഹമാസ് നേതാക്കന്മാർ വന്നത്? അമേരിക്ക പറഞ്ഞ ഒത്തുതീർപ്പ് വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അമേരിക്ക പറഞ്ഞ കരാർ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊത്തുകൂടുമ്പോൾ അവർക്ക് ഉറപ്പാണ് ഒന്നും സംഭവിക്കത്തില്ല. പ്രത്യേകിച്ച് ഖത്തറിൻ്റെ സംരക്ഷണം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന ആരാണ്? അമേരിക്കയാണ്. അപ്പോൾ അവിടെ താഡ് കൊണ്ടുവച്ചിട്ടുണ്ട്, പേട്രിയറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്, എല്ലാ സംവിധാനം കൊണ്ട്. അൽ ഉദൈദ് എന്ന് പറയുന്ന അമേരിക്കൻ താവളം അവിടെയാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ വിമാനങ്ങൾ പറന്നു വന്ന്. പേട്രിയറ്റ് പൊങ്ങിയില്ല, താഡ് പൊട്ടിയില്ല. ഇവർ വന്ന് പണിയും കഴിഞ്ഞാൽ അവർ തിരിച്ചു പോയി. ഇത് മാത്രമല്ല, കടലിന് മുകളിൽ വെച്ച്
ഇസ്രായേൽ വിമാനങ്ങൾ റീഫ്യൂവലും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അമേരിക്ക അറിഞ്ഞില്ല. അല്ലെങ്കിൽ അമേരിക്ക അറിഞ്ഞു, ട്രംപ് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, അറിഞ്ഞപ്പോൾ വൈകിപ്പോയി, വിളിച്ചു പറഞ്ഞപ്പോഴേക്കും എല്ലാം അൺഫോർച്ചുനേറ്റ്ലി എല്ലാം കയ്യിൽ നിന്ന് പോയി. 10 മിനിറ്റ് മുമ്പ് അറിയിച്ചു എന്നാണ് പറഞ്ഞത്. 10 മിനിറ്റ് മുമ്പ് ഇറാഖിന് വിവരം കിട്ടിയെങ്കിൽ, ഖത്തറിന് വിവരം കിട്ടിയെങ്കിൽ, ഖത്തറിന് എന്തുകൊണ്ട് ഇസ്രയേലിൻ്റെ വിമാനങ്ങളെ തടയാൻ പറ്റിയില്ല? കാരണം ഖത്തർ തടയാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പേട്രിയറ്റ് അമേരിക്കയുടെയാണ്, താഴ് അമേരിക്കയുടെയാണ്. അവിടെ ഇരിക്കുന്ന ഈ ആകാശത്ത് പോയി ഇതിനെ തുരത്തി ഓടിക്കേണ്ട F-16, F-35 അടക്കമുള്ള വിമാനങ്ങൾ ആരുടെയാണ്? അമേരിക്കയാണ്. ഇത് പറന്നു പോകണമെങ്കിൽ ആര് തീരുമാനിക്കണം? അമേരിക്ക തീരുമാനിക്കണം. ഇപ്പോൾ അമേരിക്കൻ വിമാനങ്ങളൊക്കെ വാങ്ങിയാലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനൊക്കെ ഒരു കിൽ സ്വിച്ച് ഉണ്ട്. ആ വിമാനം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് നമ്മൾ ഒരു വിമാനം വിലയ്ക്ക് മേടിച്ചാലും, എൻ്റെ പക്കൽ നിന്ന് മേടിച്ചാലും, അത് എപ്പോൾ പറക്കണം, എപ്പോൾ താഴണം, എപ്പോൾ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതാണ് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചാലുള്ള കാരണം. അപ്പോൾ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ പറന്നു വന്നാൽ ഖത്തർ ആക്രമിച്ചാലും പേട്രിയറ്റ് അയക്കാൻ പറ്റില്ല. ഖത്തർ ആഗ്രഹിച്ചാലും താഴ് ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ പറ്റില്ല. ഖത്തർ ആഗ്രഹിച്ചാലും ഈ വിമാനങ്ങളെ ചെറുക്കാൻ വേണ്ടി ഖത്തറിൻ്റെ എയർബേസിൽ നിന്ന് അമേരിക്ക കൊടുത്തിട്ടുള്ള വിമാനങ്ങൾ പറന്നു പോകത്തില്ല. ഖത്തർ എന്തെല്ലാം ചെയ്തു എന്നറിയോ? ഈയിടെ ട്രംപിന് ഒരു വലിയ ബോയിങ് വിമാനം സമ്മാനം കൊടുത്തു. അതെ. പക്ഷേ ഇതൊക്കെ ഞാനെല്ലാം അമീറെ ധൈര്യമായിട്ടിരുന്നോ, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക എന്ത് ചെയ്തു? ഇസ്രായേൽ വന്നപ്പോൾ കണ്ണടച്ചു കളഞ്ഞു. അല്ലേ? അതെ, കണ്ണടച്ചു കളഞ്ഞു. അല്ലെങ്കിൽ അമേരിക്ക കൊടുത്തിട്ടുള്ള ആയുധങ്ങൾ ഖത്തറിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ അതിലേക്കല്ല പോകുന്നത്, നമ്മൾ തിരിച്ചു വരാം. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇത് F-16 വിമാനങ്ങൾ കൊണ്ടാണ് പറഞ്ഞത്. ഇവർ പറന്നുകൊണ്ടിരിക്കുന്ന F-16 വിമാനങ്ങൾ അമേരിക്ക വേണമെങ്കിൽ താഴെ ഇരുന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെനസ്വേലയുടെ വിമാനങ്ങൾ താഴത്ത് ഇറക്കാൻ പറ്റുമായിരിക്കാം. ഏതായാലും അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാണ്. അപ്പോൾ ഒരു കാരണം കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു ആര്? മഡൂറോ. ഇനി നമുക്ക് നോക്കാം, നേരത്തെ ലോകത്തെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൻ്റെ കണക്ക് നോക്കാം. അപ്പം ക്രൂഡ് റിസർവ് വെനസ്വേലയുടെ പക്കൽ 30,28,909 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നാണ് പറഞ്ഞത്. ലോകത്തിലെ നമ്പർ 1. നമ്മൾ സൗദിക്ക് അതിന് തൊട്ട് താഴെ 2ാം സ്ഥാനമുള്ളൂ. സൗദിക്ക് 26,70,26 ബില്യൺ ബാരൽ. അത് കഴിഞ്ഞാൽ പിന്നെ കാനഡയാണ്. അത് ചെറിയ അളവാണ്. അപ്പം 30,28,909 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ സംഭരണം ഭൂമിക്കടിയിൽ. അത്രയും ക്രൂഡ് ഓയിൽ വെനസ്വേലയിലുണ്ട്, ലോകത്തെ നമ്പർ 1. അപ്പോൾ വെനസ്വേലയെ പോയി അങ്ങ് ആക്രമിച്ച് കീഴടക്കിയാൽ അമേരിക്കയ്ക്ക് കിട്ടുന്നത് എന്താണ്? ലോകത്തിലെ വലിയ എണ്ണയുടെ ശേഖരം. നോക്കൂ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തണുപ്പ് മാറ്റുന്നതും ഉപയോഗിക്കുന്നതും റഷ്യൻ എണ്ണ കൊണ്ടാണ്. ഇപ്പം റഷ്യക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുക. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി അവിടെ കടലിൽ വെച്ച് തന്നെ മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. ചൈന എണ്ണ വാങ്ങുന്നുണ്ട്. ഈ ചൈനയുടെ എണ്ണ തിരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. ആരെ ആശ്രയിക്കുന്നു? റഷ്യയെ പരോക്ഷമായി ഈ ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള റഷ്യൻ എണ്ണയാണ് ആശ്രയിക്കുന്നത്? യൂറോപ്യൻ രാജ്യങ്ങൾ ആശ്രയിക്കുന്നത്. അപ്പോൾ വെനസ്വേല അമേരിക്കയുടെ കയ്യിലോട്ട് വന്നാലോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് അമേരിക്കയ്ക്ക് മാറാം. വെനസ്വേല കൈ കിട്ടിയാൽ മതി. ഏറ്റവും ലോകത്തിലെ സൗദി അറേബ്യയേക്കാൾ കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. അതാണ്. അപ്പം മഡൂറോ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് മാത്രമല്ല, ഞങ്ങളുടെ പക്കൽ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ നിക്ഷേപം വെനസ്വേലയിലാണ്. സ്വർണത്തിൻ്റെ നിക്ഷേപം വെനസ്വേലയിലാണ്. അതുകൊണ്ട് വെനസ്വേല ട്രംപിന് കിട്ടിയ കൈക്കോ? ട്രംപ് ഇത് വന്നിട്ട് ആഗോള കായംകുളം കുറ്റണിയായിട്ട് മാറുകയാണ്. പിടിച്ചു പറിക്കാരനായി, അല്ലെങ്കിൽ ഇത്തിക്കര പക്കിയെ പോലെ പിടിച്ചു പറിക്കാൻ നടക്കുകയാണ്. കാരണം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യമായിട്ട് അമേരിക്ക മാറിയിരിക്കുന്നു. ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ താരിഫ് ഏർപ്പെടുത്തണം. മെക്സിക്കോ, അമേരിക്ക ഏറ്റവും ആദ്യം ആക്രമിക്കാൻ പോകുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് വെനസ്വേലയും ഒന്ന് മെക്സിക്കോയും ആണെന്ന് ലോകത്തിലെ എല്ലാവരും വിലയിരുത്തുന്നു. എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു ആദ്യം വെനസ്വേല ആയിരിക്കും, അത് കഴിഞ്ഞാൽ മെക്സിക്കോ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അമേരിക്ക വലിയ താല്പര്യം കാണിക്കുന്നത്? ബലൂജ് പ്രവിശ്യയിലുള്ള വലിയ മിനറൽസ്. ഉക്രൈൻ്റെ കാര്യത്തിൽ എന്താണ്? ഉക്രൈനിലെ ധാതു സമ്പത്ത്. ഇതെല്ലാം അമേരിക്കയ്ക്ക് വേണം. അപ്പോൾ വെനസ്വേലയെ പിടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും സുചിന്തിതമായ ഒരു തീരുമാനം. അതിനുള്ള കാരണം കണ്ടുപിടിച്ചു. എന്താണ്? മയക്കുമരുന്ന്. ഞങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കാനായിട്ട് വിമാനങ്ങൾ പറത്തിവിട്ടു. അപ്പോൾ വലിയ സന്നാഹത്തോടു കൂടി
അമേരിക്ക നീങ്ങുകയാണ്. ഇപ്പം സ്റ്റെൽത്ത് വിമാനങ്ങൾ അയച്ചു. ഏത് നിമിഷവും എനിക്ക് തോന്നുന്നു ഒരു വിതിൻ 10 days ഒരുപക്ഷെ വെനസ്വേലയിലേക്ക് അമേരിക്കയുടെ സൈനിക നീക്കം ഉണ്ടായാൽ അത്ഭുതത്തിന് വകയില്ല. അമേരിക്ക അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതേ അമേരിക്കയാണ് ചൈനയെ കുറ്റം പറയുന്നത്, തായ്വാനെ പിടിക്കാൻ പോകുന്നു. തായ്വാനെ സംബന്ധിച്ച് ചൈനയുടെ താല്പര്യം ഒന്ന്, ചൈനയും ആയിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ സാംസ്കാരികമായ ഒരേ ജനതയാണ്, ചൈനീസ് വംശരാണ് തായ്വാനുള്ളത്. ഓക്കെ, അതുമാത്രമല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടറുകൾ, ചിപ്പുകൾ ഉണ്ടാക്കുന്നത് തായ്വാനാണ്. അപ്പോൾ അവിടെ ലോകത്തൊരു രാജ്യത്തിനും തായ്വാനെ ചൈനയ്ക്ക് വേണം. കാരണം ചൈനയുടെ മുന്നോട്ടുള്ള കുതിച്ചുകയറ്റത്തിന് തായ്വാനിൽ ഉണ്ടാക്കുന്ന ചിപ്പുകൾ വേണം. എന്തിന് തായ്വാന്റെ ചിപ്പ് മേടിക്കുക? തായ്വാനെ ഇങ്ങോട്ട് എടുത്താൽ പിന്നെ ഇവിടെ കൊണ്ട് നമ്മുടെ അല്ലേ. നോക്കൂ, നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് മോട്ടോർ വാഹനങ്ങളെല്ലാം മാർക്കറ്റിൽ ഡെലിവറി കിട്ടാൻ വലിയ താമസമായിരുന്നു, കാറുകൾ. കാരണം ചിപ്പുകളില്ല. ഇപ്പോൾ നമ്മളും ഇന്ത്യ സെമി കണ്ടക്ടർ ഉൽപ്പാദന രംഗത്തേക്ക് മാറുകയാണ്. പക്ഷേ തായ്വാൻ ആ രംഗത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത ലോകത്തിൻ്റെ ഒരു ആശ്രയം തായ്വാനാണ്. അപ്പോൾ തായ്വാനെ പിടിക്കാനായിട്ട് ചൈന ആഗ്രഹിക്കുമ്പോൾ ഉടനെ അമേരിക്ക എന്ത് ചെയ്യുന്നു? യുദ്ധക്കപ്പൽ അക്കൗണ്ട് അയക്കും. ഇതേ കാര്യമല്ലേ വെനസ്വേലയുടെ കാര്യത്തിൽ ട്രംപ് ചെയ്യുന്നത്? അതെ. അപ്പം ഞാനിട്ട ബർമുഡ, നീ ഇട്ട വള്ളി നിക്കർ, ഇതാണ് അമേരിക്ക എടുക്കുന്ന നിയമം. അപ്പോൾ ഏതായാലും ലോകത്ത് യുദ്ധം അവസാനിക്കുന്നില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധം. ഇനി വെള്ളത്തിന് വേണ്ടിയായിരിക്കും അടുത്ത ലോകമഹായുദ്ധം എന്ന് പറയുന്ന പോലെ എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഈ വെനസ്വേലയുടെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. വെനസ്വേല ഒരു പരമദരിദ്രമായ രാജ്യമായിരുന്നു. 1994 99 44ാമത്തെ പ്രസിഡൻ്റായിട്ട് ഹ്യൂഗോ ഷാവേസ് വളരെ പ്രസിദ്ധനായ, ഷാവേസിനെ എല്ലാവരും അറിയാം. ഷാവേസ് വെനസ്വേലയുടെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ആ രാജ്യം ഒന്ന് പച്ചപിടിച്ചു. നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം ഉണ്ടായിട്ട് രാജ്യം പട്ടിണിയിലായിരുന്നു. ആളുകൾ, സ്ത്രീകൾ വ്യഭിചാരം ഉൾപ്പെടെ തൊഴിലേർപ്പെടുന്നു, പിന്നെ പിടിച്ചുപറി കൊള്ളയൊക്കെ ആയിട്ട് നടന്ന രാജ്യത്തിൽ ഈ ഹ്യൂഗോ ഷാവേസ് വന്നതിന് ശേഷം അദ്ദേഹം രാജ്യത്തിൻ്റെ ഈ ഓയിൽ റിസർവിനെ ഫലപ്രദമായി ഉപയോഗിച്ചു. അങ്ങനെ രാജ്യം അഭിവൃദ്ധിപ്പെട്ടു, സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു, പ്രതിശീർഷ വരുമാനം കൂടി. അങ്ങനെ തുടർച്ചയായി 3 തവണ ഷാവേസ് വെനസ്വേലിയൻ പ്രസിഡൻ്റായി. അതിനുശേഷമാണ് നിക്കോളാസ് മഡൂറോ വരുന്നത്. മഡൂറോ വന്നതിന് ശേഷവും ഈ പറഞ്ഞ എണ്ണയുടെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തെ സ്ഥിതി അത്ര മോശമല്ല. ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് മാഫിയ വലിയ തോതിൽ, ഈ കൊളംബിയൻ കാർട്ടൽ എന്നൊക്കെ പറയുന്ന പോലെ വെനസ്വേലൻ കാർട്ടൽ വലിയ സംഘങ്ങളായി ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിലൊക്കെ വെനസ്വേല അത്ര മെച്ചമല്ല. ഈ ട്രെൻഡി, അറാഗുവ തുടങ്ങിയ ഗ്യാങ്ങുകളൊക്കെ വളരെ ശക്തമാണ്. അമേരിക്ക പറയുന്നതിനകത്ത് കാര്യമുണ്ട്. പക്ഷേ അതാ രാജ്യത്തിൻ്റെ പ്രശ്നം. കൊളംബിയൻ കാർട്ടലാണ് ലോകത്ത് ഏറ്റവും കുപ്രസിദ്ധമായ മയക്കുമരുന്ന് കാർട്ടൽ അല്ലേ? കൊളംബിയൻ കാർട്ടൽ തലവൻ്റെ മകള് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാര്യയാണെന്നും പറയുന്നു. ഈയിടെ ചിത്രം വന്നിട്ടുണ്ട് വിയറ്റ്നാമിൽ വെച്ചിട്ട്. 2 മക്കളുണ്ടെന്നാണല്ലോ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക്. ആ സ്ത്രീ, ആ മക്കളുടെ അമ്മയായ രാഹുൽ ഗാന്ധിയുടെ ഭാര്യയുമായിട്ട് രാഹുൽ നിൽക്കുന്ന ഏറ്റവും പുതിയ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്, പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ ഏതു നിമിഷവും ആക്രമിക്കാവുന്ന തരത്തിലേക്കാണ് അമേരിക്ക മാറുന്നത്. ട്രംപ് ഇപ്പോൾ ഈ പറയുന്ന താരിഫ് എന്നൊക്കെ പറയുന്നതിനൊപ്പം തന്നെ ലോകത്തെ മറ്റ് ചെറുകിട രാജ്യങ്ങളെ, സമ്പത്തുള്ള വിഭവങ്ങളുള്ള രാജ്യങ്ങളെ കൊള്ളയടിക്കാനുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെനസ്വേല ആദ്യത്തെ ഇരയാണ്. അടുത്തത് വരാൻ പോകുന്നത് മെക്സിക്കോ ആയിരിക്കും. ഇപ്പോൾ കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കണമെന്ന് പറയുന്നു. ഗ്രീൻലാൻഡിന് നേരെ ഭീഷണിയുണ്ട്. ഇപ്പോൾ നേപ്പാളിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാനുള്ള ശ്രമം നടന്നു. അതിപ്പോൾ ഒരു ഇന്ത്യൻ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അത് പൊളിഞ്ഞു. ബംഗ്ലാദേശിൽ താല്പര്യങ്ങൾ, ശ്രീലങ്കൻ താല്പര്യങ്ങൾ. ശ്രീലങ്ക പിന്നെ ചൈനയുടെ ഒരു പക്ഷപാതം എന്ന് പറയുന്നൊരു നിലപാടുണ്ട്. ഏതായാലും ലോകത്ത് അശാന്തി പടർത്തി, ലോകത്തെ ചൂഷണം ചെയ്ത് തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുക എന്ന തരത്തിലേക്ക് അമേരിക്ക വല്ലാത്ത വൾഗറായിട്ടുള്ള ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ ആദ്യത്തെ ഇരയായി വെനസ്വേല എപ്പോൾ മാറും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. തീയതി കുറിച്ചാൽ മതി. വെനസ്വേലയ്ക്കെതിരെ അമേരിക്കൻ മിസൈലുകൾ പാഞ്ഞുചെല്ലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.